സന്തോഷമുണ്ട്, എന്നാൽ പോലും ഒരു ചെറിയ വിഷമം പറഞ്ഞു എന്നേ ഉള്ളൂ. ഓരോന്നിൻ്റെയും പേര് കൃത്യമായിട്ട്, അത് എനിക്ക് തോന്നുന്നു സ്റ്റുഡൻ്റാണ് അവിടുത്തെ സദ്യ കഴിക്കുന്നത്, അതുപോലെ സദ്യ കഴിക്കുന്ന ആൾക്കാരെയും കണ്ടു കേട്ടോ. അപ്പോൾ പൂവുമായിട്ട് ഇനി ആരെങ്കിലും ഈജിപ്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണേ. കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഓണക്കാലത്ത് തന്നെ ഒരു 20 ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടാകും. എനിക്കങ്ങനെ ഭാഗ്യം ഉണ്ടായിട്ടുള്ള ഒരാളാണ്. അതും പല സ്ഥലങ്ങളിൽ പോയി അവരോടൊപ്പം കൂടി, അവരോടൊപ്പം വടം വലിച്ച്, അവരോടൊപ്പം ഓണസദ്യ ഉണ്ട്. അങ്ങനെ ആവേശകരമായ അവരുടെ ആവേശത്തിൽ നമ്മളും പങ്കുകൂടിക്കൊണ്ട് ഒരു പലതരത്തിലുള്ള ആഘോഷങ്ങൾ, മെമ്മറബിളായിട്ടുള്ള ചില ഓണങ്ങളാണ് ഞാൻ ഈ ഇന്നത്തെ എപ്പിസോഡിലൂടെ പറയാൻ പോകുന്നത്. എല്ലാവർക്കും രാജ് കലേഷ് ഒഫീഷ്യലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വേൾഡ് മലയാളി ഫെഡറേഷൻ 165 രാജ്യങ്ങളിൽ ചാപ്റ്റേഴ്സുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മലയാളി സംഘടനയുടെ ഭാഗമാണ് ഞാനും മാത്തും. അപ്പോൾ അങ്ങനെ നമുക്ക് ചില രാജ്യങ്ങളിലൊക്കെ ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യം പറയാൻ പോകുന്ന ഓണാഘോഷം നമ്മുടെ ബെനിൻ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മലയാളികളുള്ളൊരു ആഫ്രിക്കൻ രാജ്യമാണ്. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമാണ്. ഫ്രഞ്ച് സ്പീക്കിംഗ് ആയിട്ടുള്ള ആഫ്രിക്കൻ രാജ്യമാണ്. അവിടുത്തെ ആഫ്രിക്കക്കാരും ഒന്നിച്ച് അവരോടൊപ്പം ഡാൻസ് കളിച്ചിട്ടാണ് ഞാൻ അവിടെ ഓണാഘോഷിച്ചത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡാൻസുമായിട്ട് എന്തൊക്കെയോ സാമ്യമുള്ള ചില, നമ്മുടെ ആദിവാസി നൃത്തമൊക്കെ ആയിട്ട് എന്തൊക്കെയോ സാമ്യമുള്ള ചില ഡാൻസ് ഐറ്റംസൊക്കെ അവിടുത്തുകാർ ചെയ്തു. അവരോടൊപ്പം അവിടുത്തെ ഒരു ഡാൻസ് ഗ്രൂപ്പുമായിട്ട് ഞാൻ മലയാളത്തിലെ പാട്ടുകൾ പാടി അവരുടെ കൂടെ റിഹേഴ്സലൊക്കെ ചെയ്ത് ഞാൻ ഡാൻസ് കളിച്ചു. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരുപാട് അനുഭവങ്ങളുമായിട്ടാണ് ബെനിൻ വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ ഓണാഘോഷം. അത് ഗംഭീര ഓണാഘോഷമായിരുന്നു. ബെനിൻ വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ സദ്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, തലേദിവസം അവിടെ കുറേ സാധനങ്ങൾ കുക്ക് ചെയ്തു. ചില കറികളൊക്കെ ചില ആൾക്കാർ പോട്ട്ലക്ക് പാർട്ടി പോലെയായിരുന്നു. വളരെ കുറച്ച് മലയാളികളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ചില സാധനങ്ങൾ ചിലരുണ്ടായിക്കൊണ്ട് വന്നിട്ട്, പക്ഷേ അസാധ്യ സദ്യയായിരുന്നു. കാരണം ലിമിറ്റ് ചെയ്ത് ഇപ്പോൾ 2-3 സാധനങ്ങൾ, പരിപ്പ് കറി, സാമ്പാർ, അവിയൽ ഒരാളുണ്ടാക്കുന്നു എന്ന് വെച്ചാൽ അത് ഏറ്റവും ഗംഭീരമായിട്ടുണ്ടാക്കാൻ നോക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓരോരുത്തരും കൊണ്ടുവരുന്ന സാധനങ്ങൾ ഓരോ തരത്തിൽ ഗംഭീരമായിരിക്കും. അപ്പോൾ ആ സദ്യ അസാധ്യമായ സദ്യയായിരുന്നു. അതിന് വേണ്ട ചില സാധനങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന്, ഉപ്പേരി തുടങ്ങിയ സാധനങ്ങൾ, ഉപ്പേരിയും പിന്നെ ശർക്കര വരട്ടി പോലെയുള്ള സാധനങ്ങളും അച്ചാറും ഒക്കെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഞാൻ പോകുന്ന സമയത്ത് ഇവിടുന്ന് അത് പാഴ്സൽ ചെയ്ത് എനിക്ക് പിന്നെ വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ ആരോ ഒരാൾ എനിക്ക് കൊണ്ടു തന്നു. ഞാൻ അതുമായിട്ടാണ് പോയത്. എന്നിട്ട് ആ സാധനങ്ങളും അവിടെ സദ്യയിൽ വിളമ്പി എന്നുള്ളതാണ്. വളരെ കുറച്ച് മലയാളികളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇൻഡിപെൻഡൻ്റായിട്ട് അവർ മാത്രം കൊണ്ടൊരു ഓണാഘോഷം സാധ്യമല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് തമിഴരും കുറച്ച് ഹിന്ദിക്കാരും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ ആഘോഷിക്കാൻ. തെലുങ്കരുണ്ടായിരുന്നു, കന്നഡക്കാരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചേർന്നുള്ളൊരു ഇന്ത്യൻ ഓണാഘോഷമാണെന്ന് പറയാം. ഒപ്പം തന്നെ ബെനിൻകാരും ഉണ്ടായിരുന്നു, ബെനിൻ രാഷ്ട്രീയത്തിലൊക്കെ ഉള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് നമ്മൾ ഓണാഘോഷം ചെയ്തത്. കൊള്ളാം കൊള്ളാം കൊള്ളാം, ഇൻ മലയാളം കൊള്ളാം. താങ്ക് യു. അപ്പോൾ അതിനകത്ത് എൻ്റെ കലാപരിപാടികളുണ്ടായിരുന്നു, അവിടത്തുകാരുടെ കലാപരിപാടികളുണ്ടായിരുന്നു. എല്ലാവരും ചേർന്നുള്ള വടംവലി ഉണ്ടായിരുന്നു. ഓഡിറ്റോറിയത്തിന് ഉള്ളിൽ വെച്ച് തന്നെയാണ് വടംവലി നടത്തിയത്. അപ്പോൾ ഈ വടംവലിയൊക്കെ അവിടത്തുകാർ ആദ്യമായിട്ടാണ്, ആഫ്രിക്കക്കാർ ആദ്യമായിട്ടാണ് വടംവലിയെ കാണുന്നത്. അപ്പോൾ അവരും
സത്യത്തിൽ നമ്മുടെ കൂടെ ചേർന്ന് എൻജോയ് ചെയ്തു എന്ന് പറയാം. പിന്നെ നമുക്ക് സദ്യ കഴിച്ച് നല്ല ശീലമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ വാഴയിലയിൽ ഇങ്ങനെ സദ്യ വിളമ്പുന്ന സമയത്ത് അവിടത്തുകാരൊക്കെ പലരും പകച്ചു നിൽക്കുന്നത് കണ്ടു. ചില ആൾക്കാർ തന്മയത്വത്തോടു കൂടി നമ്മൾ മലയാളികൾ എങ്ങനെയാണോ സദ്യ കഴിക്കുന്നത് അതുപോലെ സദ്യ കഴിക്കുന്ന ആൾക്കാരെയും കണ്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡിനോട് അവർക്ക് ഇഷ്ടമാണ്, പക്ഷേ അത്രയും സ്പൈസ് കഴിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബെനിനിലെ ഹരീഷേട്ടനും ടീമുമാണ് എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്. ബെനിൻ മുഴുവൻ, ബെനിൻ മാത്രമല്ല, ബെനിൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ എത്യോപ്യയിലും ഓണാഘോഷത്തിൽ പങ്കെടുത്തിട്ടാണ് തിരിച്ചു വന്നത്. അടുത്ത നമ്മുടെ ഈജിപ്തിൻ്റെ ഓണാഘോഷമാണ്. ഞാനും മാത്തുക്കുട്ടിയും ചേർന്നിട്ടാണ്. ഞാനും മാത്തുക്കുട്ടിയും പിന്നെ KS പ്രസാദ്, കലാഭവൻ്റെ ഇപ്പോഴത്തെ സാരഥിയാണ് ശ്രീ KS പ്രസാദ്, അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പൗലോസ് തേപ്പാല, പൗലോസേട്ടൻ വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ ഗ്ലോബൽ പ്രസിഡൻ്റാണ്, അദ്ദേഹവും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് കലാകാരന്മാരുള്ളൊരു നാടാണ്, കുറേ പാട്ടുകാർ ഉണ്ട് അവിടെ. നമ്മുടെ അലീക്കയും ജോൺസൺ മാഷും ഒക്കെ അടങ്ങുന്ന WMFൻ്റെ ടീമാണ് നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്. ഇതിനിടയിൽ വേറൊരു സംഭവമുണ്ട്. നമ്മൾ പോയ സമയത്ത് ഇവിടുന്ന് ഒരു 3-4 പെട്ടി പൂ, അവിടെ അത്തപ്പൂക്കൾ ഇടാനുള്ള പൂ, അവിടെ കാര്യമായിട്ട് പൂക്കൾ കിട്ടില്ല. പൂക്കൾ കിട്ടുന്നതും ഈ റോസാപ്പൂ പോലത്തെ പൂവേ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് കുറേ ജമന്തി പോലത്തെ പൂക്കൾ, അത്തപ്പൂക്കളത്തിന് വേണ്ടിയിട്ട് പല കളറിലുള്ള പൂക്കളുമായിട്ടാണ് പോയത്. എയർപോർട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവർ പിടിച്ചു നിർത്തി. ഈ കുങ്കുമപ്പൂ പോലെ എന്തോ വിലയുള്ളൊരു പൂവാണ് ഈ നമ്മൾ കടത്തുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ഈ നമ്മൾ 3 പേരെയും, എന്നെയും പ്രസാദേട്ടനെയും പിന്നെ മാത്തുക്കുട്ടിയും പിടിച്ചു വെച്ചു. അപ്പം മാത്തുക്കുട്ടി കൂളായിട്ടിരിക്കുന്നുണ്ട്, പ്രസാദേട്ടൻ പാനിക്കായി. അവസാനം അവിടുത്തെ ഇൻസ്പെക്ടർ ഇങ്ങനെ വന്നിട്ടൊരു ജമന്തി പൂ എടുത്തിട്ട് ഈ ഒരു പൂവിന് എത്ര രൂപയുണ്ട് നിങ്ങളുടെ നാട്ടിൽ എന്നോട് ആദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെറിയ പൈസയേ ഉള്ളൂ, 1.5 രൂപ 2 രൂപയ്ക്ക് വരുമെന്ന് പറഞ്ഞു. മാത്തുക്കുട്ടിയോട് സെപ്പറേറ്റ് വിളിച്ച് നിർത്തി ചോദിച്ചു ഈ ഒരു പൂവിന് എത്ര രൂപ വരുമെന്ന്. മാത്തുക്കുട്ടി പറഞ്ഞു 50 പൈസ, 1 രൂപ, അങ്ങനെയൊക്കെ പറഞ്ഞു. പ്രസാദേട്ടനോടും ചോദിച്ചു. അപ്പോൾ പ്രസാദേട്ടൻ്റെ കയ്യിൽ ഭാഗ്യത്തിന് ബില്ലുണ്ടായിരുന്നു. പ്രസാദേട്ടനാണത് പൂവ് വാങ്ങിച്ചത്. അങ്ങനെ പ്രസാദേട്ടൻ മൊത്തം പൂവിൻ്റെയും കൂടെ വില എടുത്ത് കാണിച്ചു കൊടുത്തു. 2424 രൂപയോ മറ്റോ. അപ്പോൾ ഇത് വലിയ എമൗണ്ട് അല്ലേ എന്ന് അവർ ചോദിച്ചു. അപ്പം എന്നിട്ട് ഈ അവിടുത്തെ പൈസയിൽ അത് കൺവേർട്ട് ചെയ്ത് ചെറിയ പൈസയാണെന്ന് മനസ്സിലാക്കി. എനിക്ക് തോന്നുന്നു ഇവർ ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഈ പൂക്കൾ എന്താണ് വാല്യൂ ഉള്ള പൂക്കളാണോ എന്നൊക്കെ നോക്കി 1.25 മണിക്കൂർ നേരം നമ്മളവിടെ പിടിച്ചു വെച്ചു എന്ന് പറയാം. അപ്പോൾ പൂവായിട്ട് ഇനി ആരെങ്കിലും ഈജിപ്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണേ. കാരണം പല തരത്തിലുള്ള പൂക്കളുണ്ട്. അപ്പോൾ ഈ പൂക്കൾ കടത്തുന്ന, ഇപ്പോൾ കുങ്കുമപ്പൂ എന്ന് പറയുന്നത് ഭയങ്കര വിലയുള്ള സാധനമാണ്. അതുപോലത്തെ ഏതെങ്കിലും പൂവാണോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇവർ നമ്മളെ പിടിച്ചു നിർത്തിയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് താമസിച്ചാണെങ്കിലും അവിടെ എത്തി അവിടുത്തെ കാഴ്ചകൾ കണ്ടു. നമ്മളവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് റാഷി ദുബായിൽ നിന്ന് അങ്ങോട്ടേക്ക് ടിക്കറ്റ് എടുത്ത് വന്നു. എന്നിട്ട് നമ്മൾ കറക്കം ഞാനും പൗലോസേട്ടനും റാഷിയും മാത്തും കൂടെ ചേർന്നിട്ടായിരുന്നു. ഒരുപാട് കാഴ്ചകൾ കണ്ടു. പിരമിഡുകൾ കാണാൻ പോയി, നമ്മൾ അലക്സാണ്ട്രിയയിലേക്ക് പോയി, കോമൽ ഷോ കഫേയുടെ പിന്നെ കാറ്റക്കോംസ് കണ്ടു. അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മൾ ഈജിപ്തിൽ നിന്ന് തിരിച്ചു വന്നത്. അസാധ്യമായൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ടീമിലുള്ള അലീക്കയും ടീമും കൂടെ തുടങ്ങിയ ഒരു ചാർമിനാർ എന്ന് പറഞ്ഞാൽ, ജോൺസൺ മാഷൊക്കെ ഉണ്ട് അതിനകത്ത്. ചാർമിനാർ എന്ന് പറയുന്നൊരു മലയാളി റെസ്റ്റോറൻ്റ് ഉണ്ട്. ഈജിപ്തിലെ ഏക മലയാളി റെസ്റ്റോറൻ്റാണ്, കെയ്റോയിലെ ഏക മലയാളി റെസ്റ്റോറൻ്റാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് കഴിക്കുന്ന റെസ്റ്റോറൻ്റാണ്. മലയാളി ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കമ്പനീസ് ചില സമയങ്ങളിൽ അവിടെ നിന്ന് 3 മീലുകൾ, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ കൊണ്ടുപോകുന്ന, നമ്മുടെ ചായയും ചായക്കടികളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഈ ഈജിപ്തുകാരുണ്ട്. അവർ വന്നത് കഴിക്കുകയും ചെയ്യും. ചില കമ്പനികളിലേക്ക് കംപ്ലീറ്റ് മീൽ എന്ന് വെച്ചാൽ ആ കമ്പനിക്ക് വേണ്ട എത്രയെങ്കിലും ദിവസത്തേക്ക് മലയാളി ഫുഡാക്കി മാറ്റും. അങ്ങനെയൊക്കെ ഉള്ളൊരു റെസ്റ്റോറൻ്റാണ് ചാർമിനാർ റെസ്റ്റോറൻറ്റ്. ഈജിപ്തിലേക്ക് യാത്ര പോകുന്ന ആൾക്കാർക്ക് കെയ്റോയിൽ കഴിക്കാനായിട്ട് നമ്മുടെ പൊറോട്ടയും പഴംപൊരിയും പിന്നെ പരിപ്പുവടയും എല്ലാം കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റാണ് ചാർമിനാർ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് കഴിക്കുകയും ചെയ്യാം. ആ ചാർമിനാർ റെസ്റ്റോറൻ്റാണ് നമ്മുടെ ഓണസദ്യയ്ക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് അവരൊരു ഓണസദ്യ ഉണ്ടാക്കുന്നത്. ആ ഓണസദ്യ ഉണ്ടാക്കിയിട്ട് വിളമ്പാനായിട്ട് മുടിയൊക്കെ കളർ ചെയ്തൊരു പിന്നെ ഈജിപ്തുകാരി വന്നു. അപ്പോൾ അവൾ ഓരോന്നിൻ്റെയും പേര് കൃത്യമായിട്ട്, അത് എനിക്ക് തോന്നുന്നു സ്റ്റുഡൻ്റാണ് അവിടുത്തെ. അപ്പോൾ അവൾ ഓരോ സാധനങ്ങളും സാമ്പാർ എന്നൊക്കെ വിളിച്ച് നടക്കുന്ന കണ്ടു. ഓരോരുത്തർക്കും സാമ്പാർ വിളമ്പുന്നു. അവിയൽ, കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഒന്നും കറക്റ്റില്ല, പക്ഷേ അവിയൽ എന്ന് പറഞ്ഞിട്ട് മലയാളികളുടെ കൂടെ അവളും വിളമ്പുന്ന ഒരു കാഴ്ച
അതിഗംഭീര കാഴ്ചയായിരുന്നു. മുടിയിൽ മുഴുവൻ ഇങ്ങനെ ചുവന്ന കളറൊക്കെ അടിച്ചിട്ടാണ് അവളുടെ ഒരു അപ്പിയറൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മലയാളി അല്ലെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷേ അവൾ പിന്നെ ഈ ഓരോന്നിൻ്റെയും പേരൊക്കെ പഠിച്ച് അതൊക്കെ കൃത്യമായിട്ട് ഓണസദ്യ വിളമ്പുന്നത് റിഹേഴ്സൽ ഇതുവരെ ജന്മത്ത് അവൾ ഓണസദ്യ വിളമ്പിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആ ഓണസദ്യ വിളമ്പാനായിട്ട് എല്ലാ സാധനങ്ങളും പഠിച്ച് ഇഞ്ചിക്കറി ഉൾപ്പെടെ അവളിങ്ങനെ വിളമ്പി നടക്കുന്നുണ്ടോ. അതൊരു മനോഹരമായ കാഴ്ചയായിരുന്നു. ഇതിലുള്ള സദ്യ കലക്കരായിരുന്നു. നമ്മൾ എപ്പോഴും പുറത്തു പോയിട്ട് സദ്യ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര നിരാശപ്പെടാറാണ് പതിവ്. കാരണം നമ്മുടെ ഓണാഘോഷം പലപ്പോഴും ഫുഡിൻ്റെ കാര്യത്തിലാണ് കൊള്ളാവാറുള്ളത് പല രാജ്യങ്ങളിലും പോകുമ്പോൾ. പക്ഷേ ഈജിപ്റ്റ് ആ ചരിത്രത്തെ മാറ്റിക്കുറിച്ചിരിക്കുന്നു. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു സദ്യ? കേരളത്തിൽ എത്തിയതുപോലത്തെ ഒരു ഫീലിംഗ് ആണ് സദ്യ വെച്ചത്. ഈ വർഷത്തെ സദ്യ ഞാൻ തുടരുകയാണ്. ഈജിപ്തിലെ സദ്യ അതിഗംഭീരം. രുചിയിനേക്കാളും പൊളിയാ. എങ്ങനെയുണ്ട്? അടിപൊളി. എന്തായാലും നാട്ടിൽ നിന്നുള്ള ചേനയും കുമ്പളങ്ങയും പിന്നെ പൂവും സർവത്ര സാധനമൊക്കെ കൊണ്ടുവന്ന് നേന്ത്രക്കായൊക്കെ കൊണ്ടുവന്ന് എന്തായാലും സദ്യ അടിപൊളിയായി. ഇനിയിപ്പോൾ എനിക്ക് 2 ദിവസം കഴിയുമ്പോൾ തായ്ലൻഡിൽ ഓണാഘോഷത്തിന് അറ്റൻഡ് ചെയ്യാനുള്ളതാണ്. മാവേലിയായിട്ട് ഞാനിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അലിക്ക, നിങ്ങളുടെ സദ്യ അടിപൊളി, ഉഗ്രൻ. നിങ്ങളെ വയറും മനസ്സും നിറഞ്ഞായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. എന്തായാലും ഒരുപാട് സന്തോഷം. അതെ, ഇത് കണ്ട ഈ ഇല കണ്ടാൽ അറിഞ്ഞൂടെ? ഇതാ നോക്ക്, മാത്തുവിന്റെ ഇല നോക്ക്, എന്റെ ഇല നോക്ക്, എല്ലാവരുടെ ഇലയും പായസം നല്ല ഇருக்கு. How is the sadhya? ठीक है, बहुत अच्छे. बहुत अच्छे? बहुत अच्छे. हाँ, okay. I love Kheer. Okay. ये मेरा सबसे favorite. पायसम. अच्छा, ये खीर है हिंदी में. खीर. हमारे लिए ही खीर है. That's पायसम. Just like kheer. हाँ. This one is jaggery पायसम. ये वाला भी बहुत अच्छे है. बहुत अच्छे? हाँ जी. This is our traditional. अच्छा. अडप प्रथमन. अरे बहुत. अडप प्रथमन. अडप प्रथमन. Thank you. Bye. കാവിലെ പാട്ട് മത്സരം എന്ന് പറയുന്ന പോലെ ഒരു ഡാൻസ് മത്സരം ഉണ്ടായിരുന്നു. ഇത് ഡയറക്റ്റ് മത്സരമൊന്നും അല്ലായിരുന്നു, ഒരു ഇൻഡയറക്റ്റ് മത്സരം. അലീക്കയുടെ മോൾ ഐഫ എന്നാണ് അവളുടെ പേര്. ഐഫ ഉഗ്രൻ ഡാൻസറാണ്. അപ്പോൾ ഐഫ ഡാൻസ് കളിച്ചു. നമ്മുടെ ഈ പെൺകുട്ടി, നമ്മുടെ സദ്യ വിളമ്പാനായിട്ട് വന്ന ഈജിപ്ഷ്യൻ പെൺകുട്ടിയുടെ കൂടെ അവൾ കളിക്കുന്ന സ്റ്റെപ്പ് കളിക്കാനായിട്ട് ഞാനും നമ്മൾ ടീം എല്ലാവരും ആണുങ്ങളൊക്കെ കുറേ പേരുണ്ടായിരുന്നു. പക്ഷേ അവളുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ലാത്ത, ഒരിക്കലും ഒരാൾക്കും പെട്ടെന്ന് അനുകരിക്കാൻ പറ്റാത്ത ഡാൻസാണ്. അവൾ ഈജിപ്ഷ്യൻ സ്റ്റൈലിലുള്ളൊരു ഡാൻസ് കളിച്ചു. അതും അസാധ്യ പരിപാടിയാണ്. ബഹ്റിൻ കേരളീയ സമാജത്തിൻ്റെ ഓണാഘോഷം സ്ഥിരമായിട്ട് എന്നെ മഹാരുചിമേള അല്ലെങ്കിൽ പലഹാരമേളയ്ക്ക് സ്ഥിരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോകുന്നത് 11ാം തവണയാണോ 10ാം തവണയാണോ എന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. പാസ്പോർട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടുമായിരിക്കും. അത് ഓണത്തിന് മുന്നേ ആയിട്ടാണ് സംഘടിപ്പിക്കുന്നത്. ഓണത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്ന പിള്ളേരോണമാണ്. പിള്ളേരോണം കഴിഞ്ഞാൽ പിന്നെ മഹാരുചിമേളയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ പലഹാരങ്ങളും എല്ലാ രുചിക്കൂട്ടുകളും എല്ലാ വിഭവങ്ങളും, അതും വെജും നോൺ വെജും ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും പിന്നെ ഓരോരോ കൗണ്ടറുകളായിട്ട് തിരിച്ച് ഏകദേശം അത് കഴിക്കാനായിട്ടും അത് വാങ്ങിക്കൊണ്ടു പോകാനായിട്ടും ഒരു 4000-ഓളം ആൾക്കാർ വന്ന് അതിനകത്തൊരു 2000 പേർക്കൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കാൻ പറ്റുള്ളൂ. അത്രയും ക്രൗഡിനിടയിലാണ് ഈ പരിപാടി നടത്തുന്നത്. ഈ ഓരോ കൗണ്ടറിലും ഓണാട്ടുകരക്കാരുടെ കൗണ്ടറുണ്ടാവും, പിന്നെ ഫുൾ ജാർ സോഡയുടെ കൗണ്ടറുണ്ടാവും, അതുപോലെ കുലുക്കി സർബത്തിൻ്റെ കൗണ്ടറുണ്ടാവും. അങ്ങനെ ഓരോ കൗണ്ടറുകളിൽ നിന്ന് കൗണ്ടറുകളിലേക്ക് നമ്മൾ പോയിട്ട് ഓരോ വിഭവം വീതം കഴിച്ചാലും നമ്മൾ ഡുമ്മാവും. അത്രയും നമുക്ക് ഉൾട്ടാ സീത ഖായ എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് നമുക്ക് പിന്നെ അനങ്ങാൻ പോലും പറ്റാത്ത തരത്തിൽ നമ്മൾ ആയിപ്പോവും ബഹ്റിൻ കേരളീയ സമാജത്തിൻ്റെ ഈ ആഘോഷത്തിന് പോയി കഴിഞ്ഞാൽ. ഒരു രക്ഷയില്ലാത്ത ആരവമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ബഹ്റിൻ കേരളീയ സമാജത്തിൻ്റെ ഓണാഘോഷം അത് ഓണം തുടങ്ങുന്നതിന് മുമ്പെയാണ്, എപ്പോഴും ഒരു 5 ദിവസം മുമ്പെങ്കിലും ആയിരിക്കും. ആ സമയത്ത് ഏറ്റവും
ഏറ്റവും വലിയൊരു ആവേശം നമ്മളിലേക്ക് പകരുന്ന, അത് ഞാനും മാത്തു ഒരുമിച്ച് പോയിട്ടുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു 10 തവണയെങ്കിലും പോയിട്ടുണ്ടാവും. ഇതിപ്പോൾ പോകുന്നു 11ാമത്തെ തവണയാണെന്നാണ് എൻ്റെ ഓർമ്മ. ബഹ്റിൻ കേരളീയ സമാജത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണപിള്ള, സെക്രട്ടറി വർഗീസ് ഏട്ടൻ, അങ്ങനെ ഒരുപാട് പേര്, ഒരു വലിയ ടീമുണ്ട്. സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മീന വർഗീസ്. സെക്കൻഡ് പ്രൈസ് നമ്മുടെ കരിക്ക് പായസം, നമ്മുടെ നളൻ ശ്രീനിവാസ. കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തവണ ഓണം ആഘോഷിച്ചിട്ട്, പ്രത്യേകിച്ച് തിരുവോണം സൗദി അറേബ്യയിലായിരിക്കും. അത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഓരോ വർഷവും തിരുവോണം ആകുമ്പോഴത്തേക്ക് സൗദി അറേബ്യയിൽ നിന്ന് കോൾ വരും. 5 ദിവസത്തെ പരിപാടി ഉണ്ടെന്ന് പറയും, അല്ലെങ്കിൽ 2 ദിവസത്തെ പരിപാടി ഉണ്ടെന്ന് പറയും, അല്ലെങ്കിൽ തിരുവോണം മാത്രം പരിപാടി ഉണ്ടെന്ന് പറയും. എനിക്ക് തോന്നുന്നു ഒരു 4-5 തവണയായിട്ട് ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ തവണയുണ്ട് തിരുവോണത്തിന് പരിപാടി. ഈ തവണ ജിദ്ദ നവോദയോത്സവം എന്ന് പറയുന്ന പരിപാടിയിൽ മാത്തുക്കുട്ടിയുണ്ട്, ഞാനും ഉണ്ട്, നമ്മുടെ റാസ ഉണ്ട്. പാട്ടുകാരനായ റാസയുടെ ലൈവ് അവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. സെപ്റ്റംബർ 5-ാം തീയതി തിരുവോണ ദിവസം നമ്മൾ ജിദ്ദയിലുണ്ടാവും, നവോദയോത്സവത്തിനുണ്ടാവും. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. മുമ്പ് ലുലുവിന് വേണ്ടിയിട്ട് ഞാനും മാത്തും കൂടെ ചേർന്ന് പരിപാടി ചെയ്തിട്ടുണ്ട്. അടുത്ത തിരുവോണത്തിന് നെസ്റ്റോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മാത്രം പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഞാനും മാത്തുക്കുട്ടിയും കൂടെ ഓണം ആഘോഷിക്കാൻ, ലുലുവിന് വേണ്ടിയിട്ട് ഓണം ആഘോഷിക്കാനായിട്ട് പോയത് തിരുവോണ ദിവസമാണ് അവിടെ എത്തിയത്. രാവിലെ സൗദിയിൽ ചെന്ന് ഇറങ്ങിയിട്ട് അൽബേക്കാണ് എനിക്ക് കഴിക്കാൻ കിട്ടിയത്. രാവിലെ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ അൽബേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബ്രോസ്റ്റ് പോലത്തെ അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ആദ്യം തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് അൽബേക്ക് എന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റിയാണ്. എയർപോർട്ടിൽ നിന്ന് അൽബേക്ക് കഴിച്ചുകൊണ്ടാണ് തുടക്കം. പട്ടിണിയായിട്ടാണ് എയർപോർട്ടിൽ വന്നിറങ്ങിയത്. അപ്പോൾ വിളിക്കാൻ വരുന്ന ആൾക്കാർക്കും ട്രാഫിക് കാരണം വൈകിപ്പോയി. അങ്ങനെ ഞാൻ അൽബേക്ക് കഴിച്ചു. അൽബേക്ക് കഴിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് പിക്ക് ചെയ്തത് തന്നെ. എന്നിട്ട് തിരുവോണം റിയാദിലായിരുന്നു, അവിട്ടം ദമാമിലായിരുന്നു, ചതയം ജിദ്ദയിലായിരുന്നു. ഇതിന് റിയാദിൽ നിന്ന് നമ്മൾ ദമാമിലേക്ക് പോയത് ബൈ കാറായിരുന്നു. അതൊരു ഗംഭീര ട്രിപ്പായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ട്രിപ്പായിരുന്നു. നമ്മളെല്ലാവരും കൂടി പാട്ടൊക്കെ പാടി അടിച്ച് പൊളിച്ച് ഓണത്തിൻ്റെ തമാശകളൊക്കെ പറഞ്ഞ് ഹിലാലും സച്ചിനും ഞാനും മാത്തും കൂടിയാണ് ആ ട്രിപ്പ് പോയത്. ഗംഭീര യാത്രയായിരുന്നു. ലുലു ഓണം വിത്ത് മച്ചാൻസ് എന്നായിരുന്നു നമ്മുടെ ഓണാഘോഷത്തിൻ്റെ പേര്. നമ്മൾ ജുബൈലിലേക്കൊരു ട്രിപ്പ് പോയായിരുന്നു. ജുബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മലയാളികൾ, അധികം ഷോസ് ഒന്നും ജുബൈലിലേക്ക് അന്ന് അത്രയും ഷോസ് ഒന്നും എത്തിയിരുന്നില്ല. ഓരോ സ്ഥലങ്ങളിലും ആൾക്കാർ കൂടി, ഇപ്പം ലുലുവിൻ്റെ ആണെങ്കിൽ ലുലുവിൻ്റെ ഏതെങ്കിലും ഒരു ഔട്ട്ലെറ്റിൽ വെച്ചിട്ടായിരിക്കും അവിടുത്തെ ഒരു വലിയ ഏരിയ എടുക്കും. ആ ഏരിയ മുഴുവൻ തിങ്ങി നിറഞ്ഞ ആൾക്കാരായിരിക്കും. എന്നിട്ട് നമ്മുടെ ഇൻട്രാക്റ്റീവ് ഷോ ആയിരുന്നു. അടിപൊളി പരിപാടിയായിരുന്നു. വേറൊരു ഓണം ഞാൻ നെസ്റ്റോയോടൊപ്പം ആയിരുന്നു. നെസ്റ്റോ ഓണം ബെസ്റ്റ് ഓണം വിത്ത് കല്ലു എന്ന് പറയുന്ന ഒരു ഷോയുമായിട്ട് നെസ്റ്റോയുടെ കൂടെ കുറേ സ്ഥലങ്ങളിലേക്ക് പോയി. അതിൻ്റെ എടുത്തു പറയാനുള്ളൊരു പ്രത്യേകത, അവിടെ ചെന്നിട്ട് ഒരു പ്രമോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാളവണ്ടിയും, പിന്നെ ശരിക്കും ഒരു ഓണക്കാലം, കേരളത്തിൻ്റെ ഒരു ഓണക്കാലം, ഇതൊക്കെ സെറ്റാണ്. ശരിക്കുള്ള കാളയൊന്നുമല്ല, ശരിക്കൊരു കാളവണ്ടി, അതിനകത്തിരിക്കാൻ പറ്റുന്നൊരു സംവിധാനം, അതിനകത്ത് കാളകൾ വലിക്കുന്നു, അതൊക്കെ ഇതിനകത്തുണ്ടാക്കി ഒരു മോഡലുണ്ടാക്കി കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആയിരുന്നു. പലരും പല കളറിലുള്ള ജുബ്ബയൊക്കെ ഇട്ടിട്ട് ശരിക്കും ഒരു ഓണം ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു പ്രമോ ആയിരുന്നു. നെസ്റ്റോയിലെ തന്നെ പല ഔട്ട്ലെറ്റിലേക്ക് പോയിട്ട് അവിടത്തുകാർക്ക് വേണ്ടിയിട്ട് ഇൻട്രാക്റ്റീവ് ഷോസ് ആയിരുന്നു. നെസ്റ്റോയുടെ പ്രോഗ്രാം 5 പ്രോഗ്രാമായിരുന്നു പല സ്ഥലങ്ങളിൽ. ഉത്രാടം തുടങ്ങി അവിട്ടം, ചതയം, പൂരുട്ടാതി, ഉത്രട്ടാതി ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഓരോ ഔട്ട്ലെറ്റുകളിലും പോയിട്ട് അവിടെ ഇൻട്രാക്റ്റീവ് ഷോസ് ഉണ്ടായിരുന്നു.
നമ്മുടെ ഉടൻപണം പോലെ ഉടൻ സമ്മാനം ഉണ്ടായിരുന്നു, ചോദ്യം ചോദിക്കുന്നവർക്ക് സമ്മാനം കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ സൗദിയിൽ തന്നെ ഒരുപാട് നല്ല പാട്ടുകാരുണ്ട്, അവരുടെ പാട്ടുണ്ടായിരുന്നു. പിന്നെ ചില സ്പെഷ്യൽ എബിലിറ്റീസ് ഉള്ള കുട്ടികളുണ്ടായിരുന്നു, അവരുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ പല തരത്തിലുള്ള പരിപാടികൾ കൊണ്ട് കളർഫുള്ളായിരുന്നു. ഒരു സ്ഥലത്ത് പ്രോഗ്രാം അവസാനിപ്പിക്കാനേ പറ്റുന്നില്ല. 1 മണിക്കൂർ കഴിഞ്ഞു, നമ്മളൊരു 1.5 മണിക്കൂറാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അവിടെ പോയിട്ട് ചിലപ്പോൾ 3 മണിക്കൂറൊക്കെ പരിപാടി കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ പുതിയ പുതിയ പരിപാടികളൊക്കെ അതിൻ്റെ കൂടെ ആസൂത്രണം ചെയ്ത് അങ്ങനെ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടേയിരുന്നു. റെസ്റ്റോയുടെ ഉഗ്രം പ്രോഗ്രാമായിരുന്നു. ഓണത്തിന് പ്രോഗ്രാം ഉള്ളതിൽ സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ചെറിയ വിഷമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഓണവും അച്ഛൻ്റെ കൂടെയാണ്. അച്ഛനും അനിയനും ഉണ്ട് നാട്ടിൽ. അപ്പോൾ അവരുടെ കൂടെ പോയിട്ടാണ് ഓണം ആഘോഷിക്കാറ്. ഞാനും ദിവ്യയും മക്കളൊക്കെ തലേദിവസം തന്നെ ഉത്രാടത്തിൻ്റെ അന്ന് തന്നെ അവിടെ പോയിട്ട് പിന്നെ പിറ്റേ ദിവസം എല്ലാവരും കൂടെ ചേർന്ന് ഓണസദ്യയൊക്കെ ഉണ്ടാക്കി ഓണമൊക്കെ ഉണ്ട് അവിടെ അടിച്ചു പൊളിച്ചിട്ടൊക്കെയാണ് തിരിച്ചു വരാറുള്ളത്. അത് മാത്രം മിസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രോഗ്രാം വേണമല്ലോ. പ്രോഗ്രാം ഉണ്ടെങ്കിലല്ലേ ജീവിതം മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ സന്തോഷമുണ്ട്, എന്നാൽ പോലും ഒരു ചെറിയ വിഷമം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.